ഹലോ, നമ്മളെ തലശ്ശേരി കടൽപ്പാലത്തിന്റെ അരിയത്തോട്ട് പോകുമ്പോഴാണ് ഈ ഒരു ചങ്ങാനെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നത്. ചെക്കൻ അങ്ങ് അഞ്ചരക്കണ്ടിയിൽ നിന്ന് കുറച്ച് കേക്കുകളും കൊണ്ടാണ് ഇങ്ങ് വന്നത്. ജാറിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന 4 വെറൈറ്റി ഫ്ലേവറിലുള്ള കേക്കുകളാണ് ഇവ മുന്നിൽ തന്നെ വെച്ചിരിക്കുന്നത്. സ്വതവേ അപ്പൊ ഇങ്ങൾക്ക് ഒരു ഡൗട്ട് തോന്നും, ഇതെന്താ ഈ ചങ്ങായി ഇപ്പം ചെയ്തു കൊടുക്കുന്നത്? വേറൊന്നല്ല, പുതുതായിട്ട് ഒരു സാധനം കൂടി ഇവന് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ലാവാ പേ എന്നാണ് ആ സാധനത്തിന്റെ പേര് കേട്ടോ. ആദ്യം തന്നെ ആ ബൗളിൽ കേക്ക് വാരിയിട്ടിട്ട് അതിന്റെ മേലെ മിൽക്ക് ക്രീം ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം വീണ്ടും കേക്ക് ഇട്ടിട്ട് ചോക്ലേറ്റ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് ക്രീമും കൂടി ഇട്ടിട്ട് ഫൈനൽ ടച്ചപ്പിന് വേണ്ടിയിട്ട് കോൺഫ്ലെക്സും അതുപോലെ തന്നെ ചോക്കോസും ഇടുന്നുണ്ട്. അതെന്തായാലും നമ്മൾ അത് കണ്ടിട്ട് ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ കൂടെ നമ്മൾ സ്ട്രോബെറി ഡ്രിഫ്റ്റും പിന്നെ വാഞ്ചോ ഡ്രിഫ്റ്റും രണ്ടും നമ്മൾ വാങ്ങി. സ്ട്രോബെറിക്ക് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് എന്തായാലും നിങ്ങൾക്ക് ഈ സാധനം ഇഷ്ടപ്പെടും. അതെന്താ ഞാൻ പറയാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, സ്ട്രോബെറി അത്രമേൽ ഇഷ്ടമല്ലാത്ത ഒരാളെ ഞാൻ, ബട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. സെയിം സാധനമാണ് എനിക്ക് ഈ വാഞ്ചോന്റെ കാര്യത്തിലും പറയാനുള്ളൂ. നല്ല അടിപൊളി സാധനം. പിന്നെ എനിക്ക് സ്ട്രോബെറിയും ഇതും വെച്ച് നോക്കുമ്പോൾ എനിക്ക് വാഞ്ചോ ആയിട്ട് ഇഷ്ടപ്പെട്ടെ, ബട്ട് ഇവർക്ക് രണ്ടാക്കും സ്ട്രോബെറി ഇഷ്ടപ്പെട്ടത്. പക്ഷെ അതൊന്നല്ല ഹൈലൈറ്റ്, അത് രണ്ടും കഴിച്ചു നോക്കി പൊളിയാണ്. ബട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, എടുത്തു പറയണം, നിങ്ങൾ മസ്റ്റായിട്ട് ഇവിടുന്ന് കഴിക്കണം കേട്ടോ. ഈ ഒരു സാധനം നിങ്ങൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വന്ന് എന്തായാലും കഴിച്ചിരിക്കും. പിന്നെ ഈ ഒരു ചങ്ങായി ഒരു സ്റ്റാർട്ടപ്പ് ബിസിനസ് എന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. അപ്പം എന്തായാലും നിങ്ങൾ കഴിച്ചിട്ട് ഇവനെ സപ്പോർട്ട് ചെയ്യുക. വൈകുന്നേരം 5 മണി മുതൽ ഏതാണ്ട് 11 മണി 12 മണി വരെ ഇവൻ കടൽപ്പാലത്തിന്റെ ഭാഗത്തുണ്ടാവും. വെറും 20 പീസൊക്കെയാണ് ചങ്ങായി കൊണ്ടുവരിക. അതും ഹോം മെയ്ഡ് ആയിട്ട് ചങ്ങായി കഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരുന്ന. അപ്പം നിങ്ങൾ കടൽപ്പാലം വരുന്നതാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങിയിട്ട് ടേസ്റ്റ് ഒക്കെ നോക്കുക, ചെക്കൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒന്ന് പറ.